എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ, അതായത് നമ്മുടെ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 3 ആണ്. ഡേ 3 അല്ല കേട്ടോ, ഡേ 4 ആണ്. അപ്പോൾ ഇന്നലത്തെ ദിവസം വീഡിയോ ഇല്ലായിരുന്നു, അപ്പോൾ ഡേ 4 ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത്, ഈ ഒരു വീക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുള്ള് ഹെയർ ഓയിലിങ്ങും കാര്യങ്ങളുമാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേയും അത് തന്നെയാണ് കേട്ടോ, ഹെയർ ഓയിലാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നൈറ്റാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നൈറ്റ് തന്നെ ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ രാവിലെ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയം കിട്ടണ നേരത്ത് ഈ ഒരു ഹെയർ ഓയിലിംഗ് പരിപാടി നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ചാണ് കേട്ടോ ഓയിൽ എടുത്തിരിക്കുന്നത്. അതായത് നമ്മളൊരു 4-5 ഡ്രോപ്സ് അല്ലെങ്കിൽ അത്രയും എടുത്താൽ മതിയാക്കും, ഒരുപാടൊന്നും എടുക്കേണ്ട. അപ്പം ഞാനിപ്പം നൈറ്റ് ഈ ഒരു ഹെയർ ഓയിൽ ചെയ്യണതിന് മുൻപായിട്ടാണ് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളത് നല്ല ഗ്യാപ്പുള്ള ഭാഗം വെച്ചിട്ട് വേണം എപ്പോഴും മുടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് ജട കെട്ടിയിരിക്കുന്ന നേരത്തെ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കൽ, അത്യാവശ്യം ജടയൊക്കെ കളഞ്ഞിരിക്കുന്ന നേരത്തെ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഇൻവേർഷൻ മെത്തേഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിയർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ലോണം ചൂട്, അതിൻ്റെ കൂടെ സഹിക്കാനും കൂടി വയ്യ കേട്ടോ ഈ ഒരു കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇൻവേർഷൻ മെത്തേഡിന് ശേഷം ബാക്കിലോട്ടും കൂടി ഒന്ന് മുടി നന്നായിട്ടൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഓയിലിട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയേക്കൂ. അപ്പം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഓയിലിടേണ്ട കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു കാര്യം പ്രത്യേകം നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്യുന്ന ഡേ ആണ് കേട്ടോ ഇന്ന്. അതായത് ഇപ്പം നൈറ്റാണ് ഞാനിപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുളിക്കുന്ന സമയത്ത് നന്നായിട്ട് ഹെയറിൽ ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നൈറ്റ് ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ എപ്പോഴാണോ കുളിക്കണമെന്ന് വെച്ചാൽ നന്നായിട്ട് ആ നേരത്ത് ഷാമ്പൂ, നിങ്ങൾക്ക് നാച്ചുറൽ ഷാമ്പൂ പൊടികളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മാക്സിമം മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പൂസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ. അപ്പം ഇനി പിറ്റേ ദിവസമാണ്, അതായത് നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ഏതെങ്കിലും നേരത്താണ് നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു നല്ല മസാജും കൂടി കൊടുത്തോളൂ കേട്ടോ.
പിന്നെ അത്യാവശ്യം നല്ലോണം എല്ലാവരും വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക, നമുക്ക് ഒരു ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ ഇതെന്താ പറയുക, നമ്മുടെ ബദാം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ കുറച്ച് ഒരു 2-3 ഒരു ഡെയിലി നിങ്ങൾ കഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതാണ്. നമ്മുടെ മുടിക്കാണെങ്കിലും നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇനി ഞാൻ മുടി പിന്നിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കെട്ടിവെക്കാം. അപ്പോൾ നാളത്തെ ദിവസം ഇന്ന് നമ്മളിപ്പോൾ ഷാമ്പൂ ഇട്ട് കഴിയുകയാണ്. അപ്പോൾ നാളത്തെ ദിവസം നമുക്ക് വേറെ പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നാളത്തെ ദിവസം നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ തന്നെ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് നിങ്ങൾക്കിപ്പം എന്താ പറയുക, ഓയിൽ ചെയ്യുന്നതിൻ്റെ മുൻപ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുക ആ സമയത്ത് ചെയ്തു കൊടുത്താൽ മതിയാകും. എന്തായാലും മുടങ്ങാണ്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മുടിയുടെ ജസ്റ്റ് തുമ്പ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നതാണ് നമ്മുടെ മുടിക്ക് ആ ഒരു സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാനും പെട്ടെന്ന് മുടി ജട കിട്ടാണ്ടിരിക്കാനും ഒക്കെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് വേറെ പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യുന്നു, ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നു. നാളത്തെ ദിവസം ഷാമ്പൂ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഷാമ്പൂ, അതായത് നൈറ്റ് അപ്ലൈ ചെയ്യുന്നവർ പിറ്റേന്ന് ഷാമ്പൂ ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും അന്നത്തെ ദിവസം നൈറ്റ്, അതായത് നാളത്തെ ദിവസം നൈറ്റ് ഇതുപോലെ തന്നെ ഓയിലിട്ട് കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെയോ നിങ്ങളെപ്പോഴാണ് കുളിക്കുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ പിറ്റേ ദിവസം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ കാര്യവും നാളത്തെ കാര്യവും എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം വീഡിയോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് കേട്ടോ ഈ ഒരു ചലഞ്ചിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്കിൻ്റെ അവസാനമാണ് നമ്മൾ ഈ ഒരു ആദ്യമായിട്ടുള്ളൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ മുന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മേടിച്ച് സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എന്നാലാണ് നമുക്ക് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നെന്താ പറയുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ കേട്ടോ.